ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല. ആര്യാട ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാടുകടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാര് സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെയാണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാടും മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ.